സർവീസ് ടെക്നീഷ്യൻ്റെ ഒന്നാമത്തെ പ്രാക്ടിക്കൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എൻജിൻ്റെ ഹെഡ് റിമൂവ് ചെയ്ത ശേഷം അതിലുള്ള വാൽവിൻ്റെ ലീക്കേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതും, ഈ വാൽവ് എങ്ങനെ ഹെഡിൽ നിന്ന് അഴിച്ചു മാറ്റിയ വാൽവ് എങ്ങനെ റീകണ്ടീഷൻ ചെയ്യാം, വാൽവ് സ്പ്രിംഗ് എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാം, പുഷ് റോഡ് എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാം, വാൽവ് ഗൈഡ് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, വാൽവ് സീറ്റ് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നതുമാണ്. ഈ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ പ്രൊസീജിയറും ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എൻജിൻ്റെ ഹെഡ് അഴിച്ചു കൊണ്ടുവന്നതിന് ശേഷമുള്ള വാൽവ് ലീക്കേജ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ്. നമുക്കിവിടെ മാനിഫോൾഡുകളുണ്ട്, ഇല്ലറ്റ് മാനിഫോൾഡ് ഉണ്ട്, എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് രണ്ടും എക്സോസ്റ്റും, ഇത് ഇല്ലറ്റ് മാനിഫോൾഡും. പിന്നെ ഇല്ലറ്റ് മാനിഫോൾഡിലേക്ക് അല്ലെങ്കിൽ എക്സോസ്റ്റ് മാനിഫോൾഡിലേക്ക് പ്രഷ്യൻ ബ്ലൂ കലർത്തിയ ഡീസലോ പെട്രോളോ അല്ലെങ്കിൽ പ്യുവർ ഡീസലോ പ്യുവർ പെട്രോളോ നമ്മൾ ഏത് വാൽവിൻ്റെ ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ മാനിഫോൾഡിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തപ്പോൾ കണ്ടോ, ഈ വാൽവിൻ്റെ സൈഡിലൂടെ ലീക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വാൽവ് കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് കണ്ടെത്താം. ഇനി വാൽവ് എങ്ങനെ സിലിണ്ടർ ഹെഡിൽ നിന്ന് അഴിച്ചെടുക്കാം, അതിനുവേണ്ടിയുള്ള ടൂളാണ് നമ്മൾ ഈ കാണുന്നത്. വാൽവ് പുള്ളർ അല്ലെങ്കിൽ വാൽവ് സ്പ്രിംഗ് കംപ്രസർ എന്ന് പറയും. ഇത് നമ്മളുടെ കൈവശമുള്ളത് ഈ ടൈപ്പാണ്. പല ടൈപ്പിലുള്ള ടൂളുകളുമുണ്ട്. ഇതിൻ്റെ ഈ എൻഡ് നമ്മൾ വാൽവ് ഹെഡിലും ഈ എൻഡ് സ്പ്രിംഗ് റിട്ടൈനറിലുമാണ് ഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാൽവ് അഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വാൽവിലേക്ക് ഹെഡിലേക്ക് നമ്മൾ ഈ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക. ഇതിലേക്ക് ആ എൻഡും ഈ എൻഡ് വാൽവ് സ്പ്രിങ്ങിൻ്റെ റിട്ടൈനറിലേക്ക് പിടിപ്പിച്ചു. ഈ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് കംപ്രസ് ആവും. ഇനി ഇതിൻ്റെ അകത്തുള്ള പിന്ന് നമുക്ക് ഊരിയെടുക്കാം. അവിടെ പിന്ന് കാണാൻ പറ്റും. ഈ പിന്ന് നമുക്ക് ഊരിയെടുക്കാം. ഇതാണ് കീപ്പർ അല്ലെങ്കിൽ ക്വാർട്ടർ പിൻ എന്ന് പറയും. കീപ്പർ അല്ലെങ്കിൽ ക്വാർട്ടർ പിൻ. ഇതിൻ്റെ ഒരു ഭാഗം ടേപ്പറിംഗ് ആണ്. ഇതിൻ്റെ അടുത്ത പീസും കൂടി ഉണ്ടാവും. അത് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമ്മൾ ഈ ഹാൻഡിൽ ലൂസ് ചെയ്ത് പതിയെ സ്പ്രിങ് റിലീസ് ചെയ്തെടുക്കാം. ഇത് ഞാൻ അഴിച്ചെടുത്തിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തതാ. ഇങ്ങനെയാണ് വരേണ്ടത്. വാൽവ് റിട്ടൈനർ, സ്പ്രിംഗ് റിട്ടൈനർ എന്ന് പറയും. ഇവിടെ സ്പ്രിങ് വന്നിങ്ങനെ ഇരിക്കും. ഇതിൻ്റെ കൂടെ നമ്മൾ വാൽവ് സ്റ്റെമ്മിലൂടെ കടത്തി വിട്ടു. എന്നിട്ട് പിന്നെ നമ്മൾ ടേപ്പയറായ വശം താഴേക്ക് വെച്ചിട്ട് ഇങ്ങനെ പിന്ന് വെച്ച് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു. വാൽവ് നമ്മൾ എടുത്തു. അതിനകത്ത് ഈ വയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വാൽവിൻ്റെ ഫേസിലും നെക്കിലും ഇവിടെ സ്റ്റെമ്മിലുള്ള കാർബൺ, ഹെഡിലുള്ള കാർബൺ എല്ലാം റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡീസലോ പെട്രോളോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ കാർബൺ റിമൂവർ ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡ് ഉപയോഗിക്കാം. ഈ വാൽവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സിൽവർ കളറിൽ കാണുന്ന ഭാഗത്തിന് പറയുന്നത് ഫേസ് എന്ന് പറയും. ഇത് നമ്മളുടെ വാൽവിൻ്റെ ഹെഡ് എന്ന് പറയും. ഇത് നമ്മളുടെ വാൽവിൻ്റെ മാർജിൻ, ഇത് നെക്ക്, ഇത് സ്റ്റെമ്മ്, ഇവിടെയാണ് നമ്മളുടെ സ്പ്രിംഗ് റിട്ടൈനറും വാൽവ് കീപ്പറും പറയുന്നത്. ഈ ഭാഗത്തിന് പറയും ടിപ്പ്. ഈ വാൽവിനെ പറയുന്ന പേരാണ് പോപ്പറ്റ് വാൽവ്.
അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂൺ ടൈപ്പിലിരിക്കുന്ന കാരണം മഷ്റൂം വാൽവ് എന്ന് പറയും. ഇത് ഗൈഡ് കണ്ടോ, വാൽവ് ഗൈഡ് സ്റ്റെം ഇതിൻ്റെ ഉള്ളിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ടാവും, ഇൻ്റഗ്രൽ ടൈപ്പും ഇൻസേർട്ട് ടൈപ്പും. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ കൂടെ തന്നെ ആ ഹോൾ മാത്രം ഉണ്ടാവും. ഇൻസേർട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയിൽ ഒരു ഹോൾ ഉണ്ടാവും, ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാവും, ആ ഹോളിലൂടെ നമ്മൾ വാൽവ് ഗൈഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. ഈ വാൽവ് ഗൈഡും വാൽവ് സ്റ്റെമ്മും തമ്മിൽ ഒരു ചെറിയ ക്ലിയറൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഇതിൽ ചൂടായി കഴിയുമ്പോൾ ഇത് വികസിക്കും, വാൽവ് വികസിക്കും, ഇത് അകത്തേക്ക് ചുരുങ്ങി വരും. അങ്ങനെ ഇത് തമ്മിൽ സ്റ്റിക്കിങ് ആകാതിരിക്കാൻ വേണ്ടി ഒരു ക്ലിയറൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇത് ഊരിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ പ്രസ് വെറ്റ് ആണ് ചെയ്താണ് ഇത് വെച്ചിരിക്കുന്നത്. പ്രസ് വെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസ്സിംഗ് മെഷീനിലേക്ക് കൊണ്ട് അമർത്തിയാണ് വേണ്ടിയിരിക്കുന്നത്. ഇത് ഊരിയെടുക്കാൻ വേണ്ടി നമ്മൾ ഹാമർ ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ഡാമേജ് ആണെങ്കിൽ ഹാമർ ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അതുപോലെ തന്നെ ഈ ഭാഗം ഇത് കണ്ടല്ലോ, ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് വാൽവ് സീറ്റ്. വാൽവ് സീറ്റും നമുക്ക് 2 ടൈപ്പാണുള്ളത്. ഇൻ്റഗ്രൽ ടൈപ്പും ഇൻസേർട്ട് ടൈപ്പും. ഇൻ്റഗ്രൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ വാൽവ് ഗൈഡ് പറഞ്ഞ പോലെ തന്നെ ഇൻ്റഗ്രൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ കൂടെ തന്നെ ആ വാൽവ് ആംഗിൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 45 ഡിഗ്രി ടു 30 ഡിഗ്രി ആംഗിളിലായിരിക്കും ഇരിക്കുന്നത്. ഇൻലെറ്റ് വാൽവ് 45 ഡിഗ്രിയിലും എക്സോസ്റ്റ് വാൽവ് 40 to 30 ഡിഗ്രിയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 35-30 ആ ഡിഗ്രിയിലായിരിക്കും എക്സോസ്റ്റ് വാൽവ്. ഇൻലെറ്റ് വാൽവ് ആണെങ്കിൽ 45 ഡിഗ്രിയിലായിരിക്കും നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്, ഈ ടേപ്പറിങ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ വാൽവ് സീറ്റിലാണ് ഈ വാൽവിൻ്റെ ഫേസ് വന്ന് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കംപ്രഷൻ ലീക്ക് ആവും, പവർ കുറയും, മൈലേജ് കുറയും, പിക്കപ്പ് ഉണ്ടാവില്ല എന്നുള്ള കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ വാൽവ് എടുത്ത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക. ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വാൽവിൻ്റെ ഈ ഫേസിൽ ചെറിയ പിറ്റിംഗ് ഉണ്ട്. പിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ മെറ്റൽ പീസുകൾ അടർന്നു പോയിരിക്കുന്നത് കാണാം. ഇതിനെ നമ്മൾ ലാപ്പ് ചെയ്തെടുക്കുക. ലാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ് ചെയ്തെടുക്കുക എന്ന് പറയും. ഇനി നമ്മൾ വാൽവ് ലാപ്പ് ചെയ്യാനാണ്. വാൽവ് ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രൈൻഡിങ് പേസ്റ്റ് ഉണ്ട്, വാൽവ് ലാപ്പിംഗ് പേസ്റ്റ്. ഇത് ഫൈൻ ടൈപ്പ് ഉണ്ട്, റഫ് ടൈപ്പ് അല്ലെങ്കിൽ കോഴ്സ് ടൈപ്പ് ഉണ്ടാവും. നമ്മൾ ആദ്യം ലാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ റഫ് എടുക്കുക. റഫ് എടുത്തിട്ട് നമ്മൾ ഈ വാൽവിൻ്റെ ഫേസിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, വാൽവ് തേച്ച് കൊടുക്കുക. ചിലപ്പോൾ കുറച്ച് അധികമൊക്കെ ഉണ്ടാവും, വേറെ ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സ്റ്റെമ്മിൽ ഡൂബ് ഓയിൽ ഇങ്ങനെ നോക്കി കൊടുക്കുക. എന്നിട്ട് ഈ വാൽവിനെ നമ്മൾ പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതാണ് വാൽവ് ഗ്രൈൻഡിങ് സ്റ്റിക്ക്. വാൽവ് ഗ്രൈൻഡിങ് സ്റ്റിക്ക് എന്ന് പറയും. നമ്മൾ വാൽവ് ഫേസിലേക്ക് ഹെഡിലേക്ക് നമ്മളിങ്ങനെ പിടിപ്പിക്കും. കണ്ടോ? ലാപ്പ് ചെയ്യാൻ വേണ്ടി ലാപ്പ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. സമയം എടുക്കും, പക്ഷെ കണ്ടോ? നോക്കി ഇതുണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് വന്നേക്കണുണ്ടോ? വാൽവ് ഫേസ് ക്ലിയർ ആയിട്ട് ലാപ്പ് ചെയ്ത് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഫൈൻ പേസ്റ്റ് ഇങ്ങനെ കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക, ക്ലീൻ ചെയ്യുക. എക്സസ് ഉള്ളത് നമ്മൾ ഒരു കോട്ടൺ പേസ്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് വാൽവ് സ്റ്റെമ്മിൽ ഓയിൽ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വാൽവ് അതേ പൊസിഷനിൽ തന്നെ ഇട്ട് കൊടുക്കുക. വാൽവ് ലാപ്പ് ചെയ്തു, നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചു.
പുഷ് റോഡിൻ്റെ ബെല്ല് ഉണ്ടാവും നോക്കാൻ വേണ്ടി വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. ഇതാ ഒരു പുഷ് റോഡ് എടുക്കുക, ഇതേപോലെ നമ്മളൊന്ന് ഉരുട്ടി നോക്കുക. കണ്ട ഒരു ഫ്രീ ആയിട്ട് റോൾ ചെയ്യാനുണ്ട്. ഞാൻ റോൾ ചെയ്ത് നോക്കാം. ഇത് കുഴപ്പമില്ല. ഇത് നോക്കിയാൽ റോൾ ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്. ഉണ്ടോ? ഇത് നോക്കിയാൽ ഇത് റോൾ ചെയ്യുമ്പോൾ പ്രശ്നമില്ല. അങ്ങനെ ബെൻഡ് കണ്ടുപിടിച്ചു. 5 ഡിഗ്രി ബെൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ ഇത് 5 ഡിഗ്രി കൂടുതലുണ്ട്. ഈ ബെൻഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പുഷ് റോഡ് റീപ്ലേസ് ചെയ്ത് പുതിയ പുഷ് റോഡ് വെക്കാം. വാൽ സ്പ്രിംഗ് ഇൻസ്പെക്ഷൻ. വാലിൻ്റെ സ്പ്രിംഗ് കണ്ടോ, കോയിൽ സ്പ്രിംഗ് ആണ്. ഇതാ 3 സ്പ്രിംഗ് ആണ് ഇപ്പോൾ അഴിച്ചെടുത്തിട്ടുള്ളത്. ഈ 3 സ്പ്രിംഗ് ഇൻസ്പെക്ട് ചെയ്യണം. എങ്ങനെയാന്ന് നോക്കാം. ഇന്നത് ഫ്രീ ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് ഒരു പ്രഷറും അപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ എത്രയാണ് ലെങ്ത്, അതിനെയാണ് നമ്മൾ ഫ്രീ ലെങ്ത്. ഇനി രണ്ടാമത് ഇൻസ്റ്റാൾഡ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൽവ് സ്പ്രിങ് നമ്മൾ സിലിണ്ടർ ഹെഡിലിടുമല്ലോ, ഇട്ട് കഴിയുമ്പോൾ വാൽവ് അടഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഏതാണ് അതിൻ്റെ ലെങ്ത്. അപ്പോൾ അതിനൊരു കറസ്പോണ്ടിങ് പ്രഷറും നമ്മൾ കണ്ടുപിടിക്കും. ആ പ്രഷർ നമ്മുടെ സർവീസ് മാനുവൽ പറഞ്ഞേക്കുന്ന അതേ പ്രഷർ തന്നെയാണോ എന്ന് നോക്കാം. മൂന്നാമത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വാൽവ് കംപ്രസിങ് ലെങ്ത്. ഈ വാൽവ് കംപ്രസ് ചെയ്യുമ്പോൾ വാൽവ് തുറയുമ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്, തുറന്നിരിക്കുന്ന അവസ്ഥയിൽ സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്, അതിൻ്റെ പ്രഷർ എത്രയാണ് കണ്ടുപിടിക്കണം. ഈ വാല്യൂസ് എല്ലാം സർവീസ് മാനുവൽ പറയുന്ന വാല്യൂസ് ആണോ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ സ്പ്രിങ്ങിനെ റീപ്ലേസ് ചെയ്ത് പുതിയ സ്പ്രിങ് ഉപയോഗിക്കാം. ഇനി ഇതിനകത്ത് ഫ്രീ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ വെർനിയർ കാലിപ്പർ എടുക്കുക. അതിൻ്റെ താഴെ ബോട്ടത്തിൽ കൊണ്ടുവന്ന് മുട്ടിക്കുക. വെർനിയർ കാലിപ്പർ കൊണ്ട് നമുക്കിതിങ്ങനെ മെഷർ ചെയ്യാം. കണ്ടോ, മെഷർ ചെയ്ത് ഈ റീഡിങ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഉണ്ടോ, റീഡിങ് നോട്ട് ചെയ്യാമല്ലോ. വെർനിയറിൽ വെച്ച് സ്ക്വയർനെസ് എന്ന് പറയും. എന്താ സ്ക്വയർനെസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രൈ സ്ക്വയർ കൊണ്ടുവന്ന് നമ്മളുടെ ഈ സ്പ്രിങ്ങിനോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ഈ ഭാഗം കണ്ടല്ലോ, സ്പ്രിങ്ങിൻ്റെ കോയിലും ട്രൈ സ്ക്വയറും തമ്മിൽ ഒരു ഗ്യാപ്പും ഉണ്ടാകരുത്. ഇങ്ങനെയാണ് സ്ക്വയർനെസ് ഉള്ള സ്പ്രിങ് എന്ന് പറയുന്നത്. സ്ക്വയർനെസ് സ്പ്രിങ്ങിന് അത്യാവശ്യമാണ്. സ്ക്വയർനെസ് ഇല്ലാത്ത സ്പ്രിങ് ആണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ എല്ലാ സ്പ്രിങ്ങും നമ്മൾ ഇതുപോലെ സ്ക്വയർനെസ് മെഷർ ചെയ്യും. വാൽവ് സ്പ്രിങ്ങിൻ്റെ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്ന മെഷീനാണ്. ഇതിൽ ലോക്ക് ഹാൻഡിൽ, പ്രസ് ഹാൻഡിൽ, സ്കെയില്, ഗേജ് കണ്ടല്ലോ. ഇനി സ്പ്രിങ്ങിനെ നമ്മൾ പൊസിഷനിൽ വെച്ച് ലോക്ക് ഹാൻഡിൽ അഴിച്ച ശേഷം പ്രസ് ഹാൻഡിൽ ഓപ്പറേറ്റ് ചെയ്ത് സ്പ്രിങ്ങിൽ ജസ്റ്റ് ടച്ച് ചെയ്യണ വിധത്തിൽ വെക്കുക. സ്കെയിലിലെ റീഡിങ് ഫ്രീ ലെങ്ത് റീഡിംഗ് ആയിരിക്കും, പ്രഷർ ഗെയിലെ റീഡിങ് 0 ആയിരിക്കും. ഇനി ലോക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്തിട്ട് എല്ലാ സ്പ്രിങ്ങും ഇതേപോലെ മെഷർ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാൾഡ് ഹൈറ്റിലേക്കാണ് വേണ്ടതെങ്കിൽ സ്പ്രിങ്ങിന് ഇൻസ്റ്റാൾഡ് ഹൈറ്റിലേക്ക് പ്രസ് ഹാൻഡിൽ ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ എത്തിക്കാം. സ്കെയിലിലെ റീഡിങ് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ലോക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തിട്ട് പ്രഷർ ഗെയിലെ റീഡിങ് എടുക്കാം. ഇതേപോലെ എല്ലാ സ്പ്രിങ്ങിലെയും നമ്മൾ റീഡിങ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത് കംപ്രസർ ലെങ്ത്, അതായത് വാൽവ് ഓപ്പൺ ആയിരിക്കുന്ന അവസ്ഥയിലുള്ള ലെങ്ത് എത്രയാണ്, ആ ലെങ്ത്തിലേക്ക് നമ്മൾ പ്രസ് ഹാൻഡിൽ ഓപ്പറേറ്റ് ചെയ്ത് സ്കെയിലിലെ റീഡിങ്ങിനെ കൊണ്ടുവന്ന ശേഷം ലോക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്ത് സ്പ്രിങ്ങിലെ റീഡിങ് എടുക്കാം. അതുപോലെ എല്ലാ സ്പ്രിങ്ങിലെയും നമ്മൾ ചെയ്ത് നോക്കണം. ഇനി ഈ കറസ്പോണ്ടിങ് ലെങ്ത്തിൽ കറസ്പോണ്ടിങ് പ്രഷർ നമ്മൾ സർവീസ് മാനിൽ പറയുന്നുണ്ടാവും. ആ പ്രഷർ കൂടെ കുറേ ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ സ്പ്രിങ്ങിനെ റീപ്ലേസ് ചെയ്ത് പുതിയ സ്പ്രിങ്. കേടുപാട് സംഭവിച്ച വാൽവ് ഗൈഡ് എങ്ങനെ റീപ്ലേസ് ചെയ്യും? ഇവിടെ നമ്മൾ ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം റീപ്ലേസ് ചെയ്യുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടാപ്പ് എടുത്തിട്ട് നമ്മുടെ വാൽവ് ഗൈഡിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രീതിയിലുള്ള ടാപ്പായിരിക്കണം. ത്രെഡ് കട്ട് ചെയ്യുക. ത്രെഡ് കട്ട് ചെയ്ത് ലൂബ്രിക്കേഷൻ കൂടി നടത്തി അതിനുള്ള ചിപ്സ് എല്ലാം പുറത്തേക്ക് കളയാം. ഇനി ഇതിൽ സൂട്ടാവുന്ന ഒരു ബോൾട്ടും എക്സ്ട്രാ ഒരു നെറ്റും ഇട്ടിട്ട് അതും നമ്മൾ ഒരു വാഷറൊക്കെ ഉള്ളതായിരിക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, ലൂബ്രിക്കേഷൻ ഓയിൽ കൊടുത്ത് ലൂബ്രിക്കേറ്റ് ചെയ്ത് വെക്കാം.
ഇനി ഒരു സോക്കറ്റ് എടുത്ത് അതിനുള്ളിൽ വെക്കുക. ആ സോക്കറ്റിനുള്ളിലൂടെ ഈ ബോൾട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുണ്ട്. എന്നിട്ട് ഫ്രീ ആ ബോൾട്ട് നമ്മൾ ആ ത്രെഡിൽ ടൈറ്റ് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ രണ്ടാമത്തെ നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബോൾട്ടും സോക്കറ്റും ലൂസായിട്ട് ഊരിപ്പോരുന്ന ഈ ഊരിയെടുക്കുന്ന ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഡാമേജ്ഡ് വാൽവ് ഗൈഡും ഉണ്ടായിരിക്കും. പുതിയ വാൽവ് ഗൈഡ് എഞ്ചിനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സൂട്ടായിട്ടുള്ള ഒരു വാൽവ് ഗൈഡ് സെലക്ട് ചെയ്തു. അതിൻ്റെ മുകളിൽ ഒരു സൂട്ടായിട്ടുള്ള ഒരു സോക്കറ്റും വെച്ച് നോക്കി. ഇനി വാൽവ് ഗൈഡിൻ്റെ ഔട്ടറിൽ നമ്മൾ വാസലിൻ ജെല്ല് പുരട്ടി കൊടുത്തിട്ട് ആ ഹോളിലേക്ക് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് അതിന് മുകളിൽ നമ്മളുടെ ആ സോക്കറ്റും വെക്കുക. ഈ വെച്ച സോക്കറ്റും ഈ എൻജിൻ ബ്ലോക്കും കൂടി നമ്മളൊരു പ്രസ്സിംഗ് മെഷീൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ട് പ്രസ് ഹാമർ ഉപയോഗിച്ച് പതിയെ ഫോഴ്സ് കൊടുത്ത് ആ ഗൈഡ് ഫിറ്റ് ചെയ്യാം. ഫോഴ്സ് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൈഡ് തെന്നി മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പതുക്കെ കൊടുക്കേണ്ടത്. ഇനി അതിനുശേഷം സോക്കറ്റ് എടുത്ത് മാറ്റിയിട്ട് ഒരു വാൽവ് എടുത്തിട്ട് അതിൻ്റെ സ്റ്റെമ്മ് ആ ഗൈഡിലൂടെ കടത്തി ചെക്ക് ചെയ്ത് നോക്കാം. ക്ലിയറൻസ് കുറവാണെങ്കിൽ ആ ഗൈഡ് മാറ്റിയിട്ട് നമ്മൾ പുതിയ ഗൈഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇത് വാൽവ് സീറ്റ് കട്ടറാണ്. ഇതിൽ കുറേ ബ്ലേഡുകൾ കാണാം, കുറേ സ്ക്രൂസും കാണാം. ഈ സ്ക്രൂസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ബ്ലേഡിൻ്റെ ആംഗിൾ 45 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി എന്നിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ സക്ഷൻ വാൽവിന് 45 ഡിഗ്രിയും എക്സോസ്റ്റ് വാൽവിന് 30 ഡിഗ്രിയുമാണ് കട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മളത് 3 ഡിഗ്രി ആംഗിൾസും അല്ലെങ്കിൽ ചിലപ്പോൾ 5 ഡിഗ്രി ആംഗിൾസ് വരെ നമ്മൾ കട്ട് ചെയ്യാറുണ്ട് ഒരു സീറ്റിൽ തന്നെ. ഇനി കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഗൈഡ് റോഡ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഡയൽ ഗേജ് ഉപയോഗിച്ച് സീറ്റിൻ്റെ റൗണ്ട്നെസ് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് 0യിലാണ് നിൽക്കേണ്ടത് നീഡിൽ, പക്ഷേ ഇപ്പോൾ എറർ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ എറർ കാണിക്കുന്നുണ്ടെങ്കിൽ ആ വാൽവിൻ്റെ സീറ്റ് റൗണ്ട്നെസ് ഇല്ല എന്ന് മനസ്സിലാക്കി പോകാം. ഇനി അതിനെ നമ്മൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി ആദ്യം നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് ഉണ്ട്. കട്ടിംഗ് ഫ്ലൂയിഡ് നമ്മൾ ഈ സീറ്റിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്തതിന് ശേഷം ആ ഗൈഡിലേക്ക് നമ്മൾ 45 ഡിഗ്രി ആംഗിളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കട്ടിംഗ് ടൂള് ഇറക്കി വെക്കുക. എന്നിട്ട് ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുകയോ മെഷീനിൽ ഓപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യാം. നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന 45 ഡിഗ്രി ആംഗിളാണ്, അതിനുശേഷം 30 ഡിഗ്രി ആംഗിൾ, അതിനുശേഷം 60 ഡിഗ്രി ആംഗിൾ എന്നിങ്ങനെയാണ് പ്രൊസീജിയർ വേണ്ടത്. 40 ഡിഗ്രിയാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആ കട്ടിംഗ് ടൂളിൽ തന്നെ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് 30 ഡിഗ്രി ആംഗിളിലേക്ക് മാറ്റി വീണ്ടും കട്ട് ചെയ്യാം. ഇതിൽ കമ്പഷൻ ചേമ്പറിൻ്റെ അടുത്ത് വരുന്ന ആംഗിൾ 30 ഡിഗ്രിയും അതിനുശേഷം 45 ഡിഗ്രിയും അതിനുശേഷം 60 ഡിഗ്രിയുമാണ് ഒരു സീറ്റിൽ തന്നെ വരുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എയർ ഫ്ലോ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇനി 60 ഡിഗ്രി ആംഗിളാണ് കട്ട് ചെയ്യുന്നത്. അതിന് പുതിയ ടൂളായിട്ട് ഉപയോഗിച്ച് നമ്മളുടെ പഴയ ടൂളിൽ ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്ത് 60 ഡിഗ്രി ആക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പുതിയ ടൂൾ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ റൗണ്ട്നെസ് ചെക്ക് ചെയ്യാം. ഡയൽ ഗേജ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. 0 ഡിഗ്രി 0 നമുക്ക് റീഡിങ് കാണിക്കേണ്ടത്. പകരം റീഡിങ് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഈ പ്രൊസീജിയറിനെ റിപ്പീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ കട്ടിങ് പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പിക്കാം. എവിടെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ട് ഉറപ്പിക്കാം. ഇനി വാൽവും സീറ്റും കൂടി സൂട്ടാകാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് വാൽവ് നമ്മൾ ഈ വാൽവ് സീറ്റിൽ ഗ്രൈൻഡിങ് പേസ്റ്റ് പുരട്ടിയതിന് ശേഷം ഇട്ട് വെക്കുക. എന്നിട്ട് ലാപ്പിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഹാൻഡ് ലാപ്പിങ്ങോ മെഷീൻ ലാപ്പിങ്ങോ ചെയ്യാം. ഇങ്ങനെ ലാപ്പ് ചെയ്തതിന് ശേഷം ആ വാൽവ് എടുത്ത് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കുക. നോക്കുമ്പോൾ ഒരു റിങ് പോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ലാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി വാൽവ് സീറ്റ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ മില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ആ മില്ലിംഗ് മെഷീൻ്റെ കട്ടർ സ്ലോ
പതുക്കെ അധികം ഡെപ്ത് കൊടുക്കാതെ സീറ്റിൻ്റെ കട്ട് ചെയ്യാം. അതിനുശേഷം ആ കട്ട് ഒന്നും കൂടി വലുതാക്കാൻ വേണ്ടി നമ്മൾ ചിസൽ ഉപയോഗിച്ച് ഒന്ന് ചിപ്പ് ചെയ്ത് കൊടുക്കാം. ചിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ കട്ടൊന്ന് വലുതായതിനു ശേഷം വീണ്ടും മില്ലിംഗ് മെഷീനിലെ കട്ടർ എടുത്തിട്ട് നമ്മൾ ആ കട്ട് ഒന്നും കൂടി കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മില്ലിംഗ് മെഷീൻ വെച്ച് കട്ട് ചെയ്യണേനിപ്പോൾ ഒന്നുകൂടി വലിയ കട്ട എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം വീണ്ടും ചിസൽ വെച്ച് കട്ട് വലുതാക്കി അത് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ പുൾ ഔട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വാൽവ് സീറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിന് ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് ഡയമീറ്ററുള്ള വാൽവ് സീറ്റ് സെലക്ട് ചെയ്യണം. പിന്നെ ഒരു ഗൈഡ് റോഡ് എടുത്തിട്ട് വാൽവ് ഗൈഡിലൂടെ കടത്തി വിടുക. ആ ഗൈഡ് റോഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സീറ്റ് എടുത്ത് വെക്കുക. അതിന് മേൽ സ്പെഷ്യൽ ടൂൾ വെച്ചിട്ട് ഹാമർ ചെയ്ത് ടൈറ്റ് ഫിറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ പ്രസ്സിങ് മെഷീനിൽ കൊണ്ട് പ്രസ് ചെയ്താലും മതി. ഈ മറൈൻ എൻജിൻസിലൊക്കെ ആണെങ്കിൽ ഈ സീറ്റിനെ നമ്മൾ തണുപ്പിച്ചതിന് ശേഷം ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണത്.